ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ചിക്കൻ കുറുമക്കാണ് ഓർഡർ. അതേപോലെ വെള്ളപ്പം പത്തിരി അതും ഉണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നല്ലോണം കേക്ക് എടുക്കട്ടെ. അപ്പോൾ പത്തിരിപ്പണി ഏറ്റെടുക്കാൻ എൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ ഇവിടെ. ഉമ്മ ഇന്നലെ വൈകുന്നേരം വന്നതേനി. അപ്പം ഉമ്മ പോവാൻ നിൽക്കണം. പോണതിന് മുന്നേ പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് തരായി അരിച്ചും ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. അപ്പം കുറുമ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. കുറുമക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ചില ഐറ്റംസാണ് ഇതേ. അണ്ടിക്കണ്ണ് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അതേപോലെ ഇത് കസ്കസുമാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് കസ്കസും അണ്ടിക്കണ്ണ് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഞാനതൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. ഈ അണ്ടിക്കണ്ണ് പറഞ്ഞത് നമ്മളെ അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളാണ് സംഭവം. ഇതിന് ചെറിയ റേറ്റ് കൊടുത്താൽ നമുക്കിത് കിട്ടും. അണ്ടിപ്പരിപ്പിനാണെങ്കിൽ നല്ല വിലയാണല്ലോ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ 4 കിലോനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെങ്ങാണ്ട് ഊറ്റി വെച്ചിക്കണം. അപ്പം ഇനി നമുക്ക് അടിപൊളി ചിക്കൻ കുറുമ ഉണ്ടാക്കണമെന്ന് കാണാം കേട്ടോ. അപ്പോൾ കേകി വെച്ച ചിക്കന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ചെമ്പക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതൊക്കെ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ പൊടിയാണേ. അപ്പോൾ ഈ രീതിയിൽ കുറുമ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഒരു 3 ടേബിൾ സ്പൂണ് ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തേക്കണം. അതേപോലെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് അതും ഇട്ട് കൊടുത്തേക്കണം. പിന്നെ നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത് പെരുംജീരകത്തിൻ്റെ പൊടി. അത് ഞാനൊരു 2 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഗരം മസാല 2 സ്പൂണ് അതും ഇട്ട് കൊടുത്ത്. പിന്നെ മെയിനായിട്ടാണല്ലോ നമ്മൾ ഉപ്പ്. അപ്പോൾ ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കൊടുത്തേക്കണം. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തേക്കണം. 4 കിലോ ചിക്കനക്കുള്ളതാട്ടോ ഞാൻ പറയണത്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല അതും ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ എന്താ പറയുക, അടിപൊളി ചിക്കൻ കുറുമയാണ്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് കൂടാനാണ് ഞാൻ ഈ കസ്കസും അതേപോലെ അണ്ടിക്കണ്ണും അരച്ച് ചേർക്കണത് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തവരും ഇങ്ങനെ കുറുമ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ഇതൊന്നും ആരും പറഞ്ഞു തരൂല ഈ ടിപ്പുകളൊന്നും. അതേപോലെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് ചതച്ചത് അതും ഇട്ട് കൊടുത്തിക്കണം. എരിവിന് പിന്നെ നമ്മൾ കുരുമുളകും പച്ചമുളകും ആണല്ലോ. അപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കണം. പിന്നെ നമ്മൾ ഗ്രാമ്പൂ പട്ട ഏലക്ക അതൊക്കെ ഒരു 2-3 പീസ് മതി കേട്ടോ. അതും ഇട്ട് കൊടുത്തങ്ങാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടോ കാറ്ററിംഗ് വർക്കൊക്കെ ഏറ്റെടുത്തിട്ട്. അപ്പോൾ ഇത് നമ്മൾ അയൽവാസിയാണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർഡർ തരുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തേക്കണം. ഇനി നമുക്കിതൊക്കെ സവാളയൊക്കെ വഴറ്റിങ്ങാണ്ട് അങ്ങനെ അതും ഇട്ട് കൊടുക്കണം. സവാള വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടുങ്ങാണ്ടും ചെയ്യാം കേട്ടോ. അത് ഞാൻ എളുപ്പത്തിന് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ. പിന്നെ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് അതിക്കൊരു 4 സവാള കട്ട് ചെയ്തത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടായിട്ട് 4 സവാള കട്ട് ചെയ്തത് വഴറ്റിയെടുക്കാൻ നല്ലോണം വാടി വരണേ. അപ്പോൾ ചിക്കൻ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിരിക്കണം. പിന്നെ ഇതൊക്കെ ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തുങ്ങാണ്ട് അങ്ങനെ വാട്ടിയെടുത്തു. പിന്നെ ഫുള്ളായിട്ട് വാട്ടിയെടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് പകുതി ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുത്തേക്കണം. പകുതി ഇങ്ങനെ അരച്ച് ഒഴിച്ചും കൊടുക്കുകയാണ്. അപ്പോൾ സവാളയും കറിവേപ്പിൻ്റെ ഇലയും അരച്ചെടുത്തതാട്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 സവാള അരച്ചും ചെയ്തു, 2 സവാള അതിക്കങ്ങനെ വാട്ടിങ്ങാണ്ട് അങ്ങനെ അതിക്കിട്ടും കൊടുത്ത്. സവാളയും കറിവേപ്പിൻ്റെ ഇലയും മാത്രമാണ് കേട്ടോ, വേറെ ഒന്നും ഞാൻ അതിക്ക് ചേർത്ത് കൊടുക്കണില്ല. ഫുള്ളായിട്ട് വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉമ്മയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഞാനിങ്ങനെ അതിക്ക് മിക്സിൻ്റെ ജാറ് ചുഴറ്റിങ്ങാണ്ട് അങ്ങനെ ഒഴിച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ 2 തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരച്ചത് അങ്ങനെ 2 ട്രിപ്പായിങ്ങാണ്ട് അങ്ങനെ അരച്ചെടുത്തേക്കണം. അപ്പോൾ 4 കിലോ ചിക്കൻക്ക് ഞാൻ 2 തേങ്ങയാണ് ഒഴിച്ചെടുത്തത്. ഇതൊക്കെ ചിക്കന് നല്ലോണം വെന്തിട്ടാട്ടോ ഞാൻ ചെയ്യണത്. ഇനിയാണ് നമ്മൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻസായ കസ്കസും അതേപോലെ അണ്ടിക്കണ്ണും ചേർത്തത് നല്ലോണം അരച്ചിട്ട് അതേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ കസ്കസ് നമ്മളെ കുറുമയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കണം. അപ്പം അമ്മ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയും അതേപോലെ നമ്മളെ കസ്കസും ഇതൊന്നും നല്ലോണം വെട്ടി തിളക്കരുത് കേട്ടോ. കുറുമക്ക് ഒന്നിങ്ങോട്ട് തുള്ളിയാൽ മതി, ഒന്ന് ചൂടായാൽ മതി. പിന്നെ ഞാൻ എരിവ് കമ്മിയായപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് കേട്ടോ നമ്മളെ കുറുമയിലുണ്ടാവുക. അതേപോലെ 2 ടേബിൾ സ്പൂണ് ഗരം മസാലയും ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക അതെന്തായാലും നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. പിന്നെ കുറച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല അതും ഇട്ട് കൊടുത്തേക്കണം. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുത്തേക്കണം.
ഈ പച്ചമുളക് കുറുമയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ, അതിനാണ് ഇട്ടെടുത്തത്. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പില്ലതിനായിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടെടുത്ത്. കുറുമയ്ക്ക് പിന്നെ നമ്മൾ മുളകും പൊടി ഒന്നും ചേർത്ത് കൊടുക്കില്ല, എരിവിന് പച്ചമുളകും കുരുമുളകും മാത്രമാണ് കേട്ടോ. പിന്നെ പുളിക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് സംഭവങ്ങളും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാണ്ട്, അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോഴൊക്കെ ഗ്യാസ് സിമ്മിലാണ് കേട്ടോ. ഫുള്ളിലായാൽ പിന്നെ വെട്ടി തിളച്ചും കൊണ്ടേ നിൽക്കും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി സിമ്മിലാക്കിയേക്കാണ്. പിന്നെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തുകൊണ്ടും നല്ലോണം മിക്സ് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള രുചിയുടെ രഹസ്യമൊന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ. നമ്മളെ കസ്കസൊക്കെ ചേർത്ത് അരക്കണത് എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടി. ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണ്ടേ. അപ്പോൾ നമ്മളെ വീഡിയോസിനൊക്കെ എല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യട്ടോ. നിങ്ങൾ ഓരോരുത്തരെ കമൻറ്റും ലൈക്കും കേട്ടോ നമ്മളെ മുന്നോട്ടുള്ള പ്രചോദനം. ഇനി കുറുമയൊക്കെ കുറച്ച് പുളിയും വേണമല്ലോ, അപ്പോൾ പുളിക്ക് ആവശ്യമായ തൈരും ഞാൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ ഞാൻ പുളിക്ക് ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം 4 കിലോ ചിക്കൻ്റെ കറി ഉണ്ടല്ലോ, അപ്പോൾ ഇക്കൊരു എന്തായാലും ഒരു അരക്കപ്പ് തൈര് വേണം, പുളി വേണം, നമ്മൾ കുറച്ച് ചെറിയൊരു പുളിയും വേണം ഈ കുറുമക്ക്. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അന്നത്തെ പണിക്കൊക്കെ എൻ്റെ അമ്മയും കൂടി എൻ്റെ കൂടെ സഹായത്തിനുണ്ടായി കേട്ടോ. അമ്മ കുറച്ച് കഴിഞ്ഞാൽ പോവും, ഉമ്മമാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പം ഉമ്മ പോണ അന്നത്തെ എടുത്തുവച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പൊക്കെ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഉമ്മ ഇങ്ങനെ ചെക്ക് ചെയ്യണമുണ്ട്. പിന്നെ നമുക്കിത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുന്നേ തന്നെ ഒരു 4 സ്പൂൺ നെയ്യായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. നെയ്യാണ് ഒന്നും കൂടി ടേസ്റ്റ്, നമുക്കിത് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റിൽ കൊടുക്കണമെങ്കിൽ നെയ്യ് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു കണ്ട് നെയ്യ് അങ്ങനെ 4 സ്പൂൺ ഒഴിച്ചെടുത്തു. നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ, കട്ടി തേങ്ങാപ്പാൽ. അപ്പോൾ എപ്പോഴും ഈ ഗ്യാസ് സിമ്മിൽ തന്നെയാണ്, ഇത് തിളക്കണില്ല കേട്ടോ, തിളക്കാനായിട്ടില്ല. പെട്ടെന്ന് ഇതൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തിളപ്പിക്കണ്ട വിചാരിച്ചാണ് ഗ്യാസ് സിമ്മിലിട്ടത്. അപ്പോൾ ഉപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ ഏറാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട്. എരിവും പുളിയും അതേപോലെ ഉപ്പും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ഇവിടെ വാങ്ങി വെച്ചത് കുറച്ചുണ്ടായിട്ട് നമ്മൾ കടയിൽ നിന്ന് കിട്ടുമല്ലോ തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാലേക്കാരം. അവിടെ ഞാൻ പായസത്തിന് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിന്. അപ്പോൾ അത് അങ്ങനെ അതായിക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടോ ഒരു തുള്ളലിങ്ങനെ വരുന്നേ, തിളക്കണില്ല കണ്ടോ, അങ്ങനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ തുള്ളലിങ്ങനെ വരുമ്പം ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ അടിപൊളി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഞങ്ങൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. പിന്നെ പത്തിരിയൊക്കെ പരത്തി അതൊക്കെ ചെയ്തല്ലോ കറിയായിട്ട്. പിന്നെ പത്തിരി ചുടാൻ നിന്നിട്ടോ. അത് ഉച്ചക്കൊരു 1:30 കഴിക്കണ പത്തിരി ചുടാൻ നിൽക്കുമ്പോൾ 3:30 ആകുമ്പോൾ കസ്റ്റമർ വരും കൊണ്ടുപോകാൻ. അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് പത്തിരിയും ചുട്ടെടുക്കണം, വെള്ളപ്പവും ചുട്ടെടുക്കണം. അപ്പോൾ പത്തിരിയൊക്കെ ചൂടാറുന്നത് ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മമ്മ ചുട്ടുങ്ങാണ്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ മുറത്തേക്ക് വെച്ചിട്ട് പിന്നെ അപ്പുറത്ത് കൗണ്ടർ ടോപ്പും ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് ചൂടാറാൻ. അപ്പോൾ അത് ഇമ്മമ്മയും പാടെ അങ്ങനെ ചൂടാറിയത് ഇങ്ങനെ പാക്ക് ചെയ്യണുണ്ട്. കൊണ്ടുപോകാൻ അടുത്ത പാത്രത്തേക്ക് ഇങ്ങനെ അടുക്കി വെക്കുക. ഇന്നെന്തായാലും എൻ്റെ കൂടെ കട്ടക്ക് ഇമ്മമ്മയും ഉണ്ട്. ഇമ്മമാനെ കൊണ്ടൊന്നും കഴിയൂല, എന്നാലും ഇരുന്നിട്ട് ഇങ്ങനെ പത്തിരിയൊക്കെ എണ്ണിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പത്തിരി ചുടലും ഒക്കെ കഴിഞ്ഞു. ഇനി വെള്ളപ്പത്തിനുള്ള മാവ് 2 പാത്രത്തിലായിട്ട് ഞാൻ അരച്ച് വെച്ചിനി. അപ്പോൾ 50 വെള്ളപ്പം 100 പത്തിരിയാണ്. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ 2 മാവ് ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. മാവൊക്കെ നല്ലോണം പൊങ്ങി പുറത്ത് ചാടിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ ചുട്ടെടുക്കാൻ. അങ്ങനെ നമുക്ക് വെള്ളപ്പം പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിക്കാണ്ട് ഞാൻ ചെറിയൊരു പാത്രത്തേക്ക് മാവ് ഒഴിച്ച് കണ്ട് അതിന് ഇങ്ങനെ ചുടുകയാണ് കേട്ടോ. പിന്നെ വലിയ കാലം ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കണ്ടല്ലോ. അങ്ങനെ 2 ചട്ടി 2 അടുപ്പത്തായിട്ട് വെച്ചെടുത്തേക്കണം. പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ സമയം 2:45 ആയിക്കണ്. ഒരു 3/4 മണിക്കൂറും കൂടി ഉള്ളൂ. അപ്പോഴത്തേന് കസ്റ്റമർ 3:30 ആകുമ്പോഴത്തേന് വരും. അപ്പോൾ അതിനൊക്കെ റെഡിയാണ്. പത്തിരിയൊക്കെ ചൂടാറിയങ്ങണ്ട് അതൊക്കെ പാക്ക് ചെയ്ത്, അതേപോലെ കറിയും തന്നെ അതും പാക്ക് ചെയ്ത് വെച്ചിക്കണ്. അപ്പോൾ പാക്ക് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ അപ്പൊക്കെ ഒന്ന് ചൂടാറിയിട്ട് ഇതും പാക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ചുട്ടുങ്ങാണ്ട് ഇങ്ങനെ ഒരു വായൻ്റെ വെട്ടിങ്ങാണ്ട് അതിലിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം ഒന്നൊന്നുമേ തൊടാതെക്കാൻ വേണ്ടിങ്ങാണ്ട് കണ്ടോ. അപ്പൊക്കെ നല്ല സൂപ്പറായി സെറ്റായി വന്നിക്കണ്. അപ്പോൾ നമ്മളെ അപ്പം ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ അതിൻ്റെ ഒന്നൊന്നിൻ്റെ മേലക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് ഒട്ടിങ്ങാണ്ട് ഇങ്ങനെ ഒന്നൊന്നുമേ ഇങ്ങനെ ഒട്ടി നിൽക്കുക. അപ്പോൾ ഒട്ടാതെക്കാൻ അതിങ്ങനെ വേറെ അങ്ങനെ എന്താ പറയുക ഒന്നൊന്നുമേ തൊടാതെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടൂല. അപ്പം ഞാനും ഉമ്മയും പെട്ടെന്ന് ചോറൊക്കെ തിന്നുങ്ങാണ്ട് അപ്പം ഉമ്മ ഇങ്ങനെ ചൂടുന്നുണ്ട്. ഞാൻ അടുത്തിങ്ങനെ ഇലയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഉമ്മമാരുടെ ചോറ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഉമ്മയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ചോറ് തിന്നണേ. ഉമ്മമാരുടെ കൈ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. അപ്പം പത്തിരിയൊക്കെ കണ്ടോ ചൂടാറിയിട്ട് ആ പാത്രത്തിലാക്കിങ്ങാണ്ട് അതൊക്കെ കവർ ചെയ്ത് വെച്ചിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം 50 പാലപ്പത്തിന് കേട്ടോ നമുക്ക് ഓർഡർ ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് വെള്ളപ്പത്തിനാണെങ്കിലും അതേപോലെ ചിക്കൻ കുറുമക്കാണെങ്കിലും ഒന്നും
വല്ലാതെ പണിയില്ലാത്ത സംഭവമാണ്. പത്തിരിക്കാണ് കേട്ടോ പെരും പണിയുള്ളത്. കാരണം അത് പത്തിരി ആയി കിട്ടണമെങ്കിൽ നല്ല പണി തന്നെയാണ്. പത്തിരി നമ്മൾ പ്രസ്സുമൊന്ന് അമർത്തി പിന്നെ നമ്മളെ കല്ലുമൊന്ന് പരത്തിയെടുത്ത്. അപ്പോൾ പത്തിരിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യണമെന്ന് എടുത്തിട്ടില്ല. അമ്മ അങ്ങനെ കുഴച്ചുകൊണ്ട് അമ്മ പത്തിരി ആക്കി തന്നിക്കണ്. അമ്മ പ്രസ്സുമ അമർത്തി തന്നു, ഞാനത് പരത്തി. അങ്ങനെ അതിൻ്റെ പണി പെട്ടെന്ന് തീർന്നിക്കണം ഉമ്മയും കൂടി ഉണ്ടായപ്പം. അങ്ങനെ നമ്മളെ പാലപ്പം ചൂടാറിയത് ഇങ്ങനെ അതും പേക്ക് ചെയ്യാണ്. എണ്ണിങ്ങാണ്ട് ഇങ്ങനെ 50 എണ്ണം ആക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മനസ്സിനൊരു സങ്കടം ഉള്ളത്, എൻ്റെ അമ്മ ഇന്ന് ഉമ്മമാനെ കൊണ്ടുപോകും കേട്ടോ. അപ്പം അമ്മമാനെ കൊണ്ടുപോകാനാണ് ഉമ്മ വന്നത്. 10 ദിവസം എൻ്റെ കൂടെ നിന്നിക്കണം കേട്ടോ അമ്മമ്മ. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.